വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബാക്ക് യാർഡിലുള്ള ആപ്പിൾസ് എല്ലാം പറിച്ചിട്ട് അച്ചാറിടാൻ പോവാണ്. ഇപ്പോൾ 2 വെറൈറ്റി ആപ്പിളാണ് ഇപ്പോൾ നമ്മുടെ മുറ്റത്ത്. അപ്പോൾ ഞാനും ഓബിക്കുട്ടനും കൂടെ ആപ്പിൾ പറിക്കാൻ പോവാണ്. ഓബിക്കുട്ടൻ ഭയങ്കര അലമ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആപ്പിൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അച്ചാറിടാം. ആപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ആപ്പിൾസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളമയമൊന്നും ഇല്ലാണ്ട് തുടച്ചെടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അകത്തുള്ള ആ സീഡ്സും ഒക്കെ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതെല്ലാം ചെറുതായിട്ട് ചെറിയ ചെറിയ ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മാങ്ങ അച്ചാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർത്തത്. അപ്പം എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 6 അല്ലിയോളം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാൻ എടുത്ത് അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമ്മളത് മാറ്റിയിട്ട് അതിനൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പം ഒരു ടേബിൾ സ്പൂൺ കടുക് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഈ പൊടിച്ചെടുത്ത കടുകും ഉലുവയും കൂടെ ഇട്ട് ഈ ആപ്പിളിൽ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/4 കപ്പോളം എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ച് നോക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും ആ ചൂട് എണ്ണ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് 3 ടേബിൾ സ്പൂണോളം വിനെഗർ അതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക. കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മളതിനെ ഒരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വയ്ക്കുക. ഒരു 24 hours നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇതാണ് ആപ്പിൾ അച്ചാർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്